നമ്മളിൽ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഉപേന്ദ്രയുടെ ഒരു സിനിമ 2002 പുറത്തിറങ്ങിയ ഹോളിവുഡ് എന്ന സിനിമ. നിങ്ങൾ നിലവിൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു റീല് കണ്ടിട്ടുണ്ടാവും. അതായത് ലോകത്തിലെ തന്നെ ടോപ്പ് 10 ഡയറക്ടേഴ്സിൽ ഉപേന്ദ്ര 8ാമത് കിടക്കുന്നു. സ്റ്റീവൻ സ്പിൽബർഗും ജെയിംസ് കാമറോൺ വരെ ഇതിന് താഴെയാണ്. പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഈ ഒരു ലിസ്റ്റ് റിയൽ ആണോ എന്നുള്ളത്. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിം ലിസ്റ്റ് കാണും. പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഉപേന്ദ്ര വേൾഡ് ഫേമസ് ഡയറക്ടേഴ്സിനേക്കാൾ പല പടി മുകളിൽ വന്നത്? നമ്മൾ അറിയേണ്ട കാര്യം, ഇത് IMDbയുടെ ഒരു ഒഫീഷ്യൽ ലിസ്റ്റ് അല്ല, ഇതൊരു അൺഒഫീഷ്യൽ ലിസ്റ്റാണ്. IMDb അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അൺഒഫീഷ്യൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി IMDb ഒഫീഷ്യലായി തന്നെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഒരു പക്ഷേ ഉപേന്ദ്ര 7ാം സ്ഥാനത്തുണ്ടാകില്ല എങ്കിൽ ആ ഒരു ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാകും. കാരണം മികച്ചൊരു ഡയറക്ടറാണ്. ഇനി നമുക്ക് ഈ ഒരു സിനിമ നോക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഉപേന്ദ്രയുടെ എൻട്രിയാണ്. ഈ ഒരു സിനിമയിൽ ഉപേന്ദ്രയുടെ പേര് ഉപേന്ദ്ര എന്ന് തന്നെയാണ്. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ഉപേന്ദ്ര അല്ല എങ്കിലും ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ ഒരു ഡയറക്ടറാണ്. അങ്ങനെ ഉപേന്ദ്ര വരുന്നു. വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു അപ്പൂപ്പൻ ചോദിക്കുന്നു, എവിടെ നിന്ന് വന്നറാൻ, എന്താണ് ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഉപേന്ദ്ര പറഞ്ഞു, ഞാൻ സുരേന്ദ്രനല്ല, സുരേന്ദ്രന്റെ ചേട്ടൻ ഉപേന്ദ്രയാണ്. അപ്പൂപ്പനൊന്ന് പോയടാന്ന് പറയും. പെട്ടെന്ന് സുരേന്ദ്ര വരും. സുരേന്ദ്ര പറയും, ഞങ്ങൾ ട്വിൻസാണ്, ഇതാണ് എന്റെ ചേട്ടൻ ഉപേന്ദ്ര. അപ്പോൾ ഈ ഒരു സുരേന്ദ്ര ക്യാരക്ടർ വളരെ പാവമായ ഡീസന്റ് ആയ ഒരു അമ്പി ക്യാരക്ടറാണ്. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ആ ഒരു അപ്പൂപ്പനാണെങ്കിൽ ഒരു വലിയ സയന്റിസ്റ്റാണ്. ഇനി ഉപേന്ദ്രയാണെങ്കിൽ വളരെ കലിപ്പനാണ്, ഒരു സിനിമ ഡയറക്ടറാണ്. എങ്ങനെയെങ്കിലും ഓസ്കാർ കിട്ടണം, ഇതാണ് ഉപേന്ദ്രയുടെ ലക്ഷ്യം. അങ്ങനെ ഉപേന്ദ്ര വീട്ടിലേക്ക് വരുന്നു. പെട്ടെന്ന് നെയ്ബറായ ഒരു അമേരിക്കക്കാരി ആരാണ് വന്നതെന്ന് അറിയാൻ ഒളിഞ്ഞു നോക്കുന്നു. ഉപേന്ദ്ര അത് കണ്ടു. ആരാടി നീ, എന്ത് കാണാൻ നിൽക്കേടി എന്ന് പറഞ്ഞു ഉപേന്ദ്ര പെട്ടെന്ന് ചൂടായി. ഇതെല്ലാം അമേരിക്കക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു കലിപ്പനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മോനിഷ എന്നാണ് പേര്. ഇടയ്ക്ക് ഇവിടെ വരാറും, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞു മോനിഷ അവിടെ നിന്ന് പോയി. അങ്ങനെ മോനിഷ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഉപേന്ദ്രയെ വളയ്ക്കാൻ നോക്കുന്നു. പക്ഷെ ഉപേന്ദ്രയ്ക്കാണെങ്കിൽ ഓൾറെഡി മറ്റൊരു ഗേൾഫ്രണ്ടും ഉണ്ട്. പക്ഷെ സുരേന്ദ്രനാണെങ്കിൽ മോനിഷയെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ സുരേന്ദ്രൻ ഒരു ദിവസം മോനിഷയെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ മോനിഷ പറയും, അയ്യ എനിക്ക് നിന്നെ ഒന്നും വേണ്ട, നീ ഒരു അമ്പിയാണ്, നിന്നെ പോലെ ഒരു അമ്പിയെ എനിക്ക് വേണ്ട, കലിപ്പനായ നിന്റെ ചേട്ടനെ മതിയോ, എനിക്ക് കലിപ്പന്മാരെ മതിയോ. അങ്ങനെ സുരേന്ദ്രൻ വളരെ സാഡായി സയന്റിസ്റ്റിനെ കണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അതായത് അവൾക്ക് എന്റെ ചേട്ടന്റെ പോലെ കലിപ്പന്മാരെ മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്കും എന്റെ ചേട്ടന്റെ പോലെ ആവണം. സയന്റിസ്റ്റ് പറഞ്ഞു, നിന്നെ കൊണ്ട് എന്തായാലും ചേട്ടന്റെ പോലെ ആവാൻ പറ്റില്ല, ഞാൻ നിന്റെ ഫേസിൽ ഒരു കലിപ്പൻ റോബോട്ടിനെ ഉണ്ടാക്കാന്ന്. അങ്ങനെ നിന്റെ പേര് റോബോട്ടിനെ വെച്ച് മോനിഷയെ വളയ്ക്കുക. അങ്ങനെ റോബോട്ടിനെ ഉണ്ടാക്കുന്നു. ഇവിടെ ഒരു കുരങ്ങനുണ്ട്. ഇത് ഒറിജിനൽ കുരങ്ങനല്ല, സയന്റിസ്റ്റ് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ റോബോട്ടിനെ ഉണ്ടാക്കി. ഈ റോബോട്ട് ഒരു കലിപ്പനായതുകൊണ്ട് ഉണ്ടാക്കിയ സയന്റിസ്റ്റിനെ തന്നെ ആദ്യം തന്നെ ചീത്ത പറയുന്നുണ്ട്. റോബോട്ട് എനിക്കൊരു പേരിടറാന്ന് പറയും. US-47 എന്ന് റോബോട്ടിന് സയന്റിസ്റ്റ് പേരിട്ടു. അങ്ങനെ മിഷൻ പറഞ്ഞു കൊടുത്തു, ഇവന്റെ പേര് ഗേൾ ഫ്രണ്ടിനെ വളയ്ക്കണം. പിന്നീട് ഒരു പാട്ടും ഡാൻസും കാണിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഗേൾ ഫ്രണ്ട് ഏകദേശം വളച്ചു. പക്ഷെ അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. ഈ റോബോട്ടിന് ഗേൾ ഫ്രണ്ടിനെ ശരിക്കും അങ്ങ് ഇഷ്ടമായി. മോനിഷയെ സുരേന്ദ്രനല്ല, റോബോട്ടിന് തന്നെ വേണമെന്നായി. അങ്ങനെ റോബോട്ട് ഡേറ്റിങ്ങിന് വേണ്ടി മോനിഷയെ ഒരു കഫയെ കൊണ്ടുപോയി. സുരേന്ദ്രനും സയന്റിസ്റ്റും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റോബോട്ടിലൂടെ കാണുന്നുണ്ട്. ഈ റോബോട്ട് കഫേയിൽ 2 ഷെയ്ക്ക് ഓർഡർ ചെയ്യും. അപ്പോഴാണ് സയന്റിസ്റ്റ് പറയുന്നത്, റോബോട്ട് ഷെയ്ക്ക് കുടിക്കാൻ പാടില്ല, കുടിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ആവുമെന്ന്. പക്ഷെ സുരേന്ദ്രൻ എത്തുമ്പോഴേക്കും റോബോട്ട് അത് മുഴുവനായി കമഴ്ത്തി. അങ്ങനെ എന്തോ ഒരു തകരാറ് തോന്നി ബാത്റൂമിലേക്ക് പോയി. എങ്ങനെയാണ് ആളുകൾ യൂറിൻ പാസ് ചെയ്യുന്നതെന്ന് റോബോട്ട് നോക്കുകയാണ്. ആളുകളെല്ലാം തെറ്റിദ്ധരിക്കുന്നുണ്ട്. പെട്ടെന്ന് സുരേന്ദ്രൻ വരുന്നു. എന്തിനാടാ വന്നതെന്ന് റോബോട്ട് ചോദിക്കുന്നു. ഈ ഷെയ്ക്ക് കുടിച്ചാൽ ഷോർട്ട് സർക്യൂട്ടായി നീ പൊട്ടിത്തെറിച്ചാവും, അതുകൊണ്ട് യൂറിൻ പാസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് റോബോട്ടിനെ നിർബന്ധിക്കുന്നു. അപ്പുറത്തുള്ള ചേട്ടൻ ഇവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഷെയ്ക്ക് എല്ലാം കളഞ്ഞു. ഈ ഒരു സെയിം കഫയിൽ പെട്ടെന്ന് ഉപേന്ദ്രയും വരുന്നു. ഉപേന്ദ്ര കാണുന്നത് ഈ റോബോട്ടിനെയാണ്. ഉപേന്ദ്ര ഓൾറെഡി കലിപ്പനാണ്, റോബോട്ടാണെങ്കിൽ ഇതിനും വലിയ കലിപ്പൻ. ഇവന്മാർ തമ്മിൽ സംസാരിച്ച് തെറി പറയാൻ പോയതാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞുപോയി. ഇവൻ എന്താണ് ഒരു മാറ്റമെന്ന് ഉപേന്ദ്ര ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ റോബോട്ട് പുറത്തിറങ്ങുന്നു. കുറച്ച് കള്ളന്മാര് വരുന്നുണ്ട്. ഇവരെ എല്ലാം അടിച്ചിടുന്നു. ഒരു ദിവസം സയന്റിസ്റ്റ് സുരേന്ദ്രനാണെന്ന് കരുതി റോബോട്ടിനെ കൊണ്ട് ബാങ്ക് ലോക്കറിലേക്ക് പോയി. പക്ഷെ അത് റോബോട്ടായിരുന്നു. റോബോട്ട് തന്റെ തലയിൽ കൺട്രോളിങ് ചിപ്പ് ഊരി സയന്റിസ്റ്റ് കാണാതെ ലോക്കറിൽ ഇട്ട് പൂട്ടി. ബാങ്ക് ലോക്കർ ആയതുകൊണ്ട് ഇനി അത് തുറക്കാൻ റോബോട്ട് തന്നെ വരേണ്ടി വരും. അങ്ങനെ സുരേന്ദ്രൻ വരുന്നു. നേരത്തെ വന്നത് റോബോട്ടായിരുന്നെന്ന് ഇപ്പോൾ സയന്റിസ്റ്റിന് മനസ്സിലായി. സയന്റിസ്റ്റ് വീട്ടിൽ ചെന്ന് റോബോട്ടിനെ ചീത്ത പറയും. എന്തിനാടാ ചിപ്പ് ഊരിയത്, ഞാൻ വിചാരിച്ചാൽ
നിന്നെ പലതും ചെയ്യാൻ പറ്റും, എന്റെ തല മുഴുവൻ ബുദ്ധിയാണ് എന്നൊക്കെ പറയും. റോബോട്ട് സയന്റിസ്റ്റിന്റെ തലയ്ക്ക് നോക്കി അടിച്ചു സുരേന്ദ്രനെ ധരി. ശേഷം ബോഡിയല്ല റോബോട്ട് സ്വന്തമായി തന്നെ റിപ്പയർ ചെയ്യുന്നു. സയന്റിസ്റ്റ് പറയുന്നു, ഞാൻ അവനെ അറിയാതെ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തത്, ഇനി ആരുടെയും ഹെൽപ്പ് വേണം. അങ്ങനെ ഒരു ദിവസം റോബോട്ട് പുറത്ത് പ്രശ്നമുണ്ടാക്കി പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അടുത്ത് തന്നെ 2 ക്രിമിനൽസും ഉണ്ട്. ഈ റോബോട്ട് എങ്ങനെയൊക്കെയോ ആ ക്രിമിനൽസിന്റെ വിലം കഴിച്ചു. ഇത് ക്രിമിനൽസിന് വലിയൊരു അത്ഭുതമായി. പെട്ടെന്ന് പോലീസ് വന്നു റോബോട്ടിനെ വിലങ്ങ് വെച്ചു. പക്ഷെ റോബോട്ട് ആ വിലങ്ങും അഴിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോയപ്പോൾ പെട്ടെന്ന് സയന്റിസ്റ്റ് വന്നു. സയന്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു, ഇവൻ മനുഷ്യനല്ല, ഒരു റോബോട്ടാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഫേസ് എല്ലാം കാണിച്ചു കൊടുത്തു. പോലീസ് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, ഇത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ക്രിമിനൽസ് ഈ റോബോട്ടിനെ നോട്ട് ചെയ്തു. വീട്ടിൽ വന്നപ്പോൾ സയന്റിസ്റ്റ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോകണം, നീ ഇല്ലാതായേ പറ്റൂലടാന്ന് പറഞ്ഞു റോബോട്ട് സയന്റിസ്റ്റിന്റെ മോന്തക്കടിച്ചു. എന്നിട്ട് കോളറിന് കയറി പിടിച്ചു. ഈ റോബോട്ടിനെ കൊണ്ട് വലിയൊരു ശല്യമായി. അപ്പോഴാണ് ആ ക്രിമിനൽസ് റോബോട്ടിനെ തപ്പിയിറങ്ങിയത്. അവർ അങ്ങനെ റോബോട്ടിനെ ഫോളോ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് കാണുന്നത് ഉപേന്ദ്രയും ഗേൾഫ്രണ്ടിനെയുമാണ്. അവർ വിചാരിക്കും, ഇവൻ റോബോട്ടല്ല, ഇവന് പെട്ടെന്ന് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ മതി. അങ്ങനെ ഉപേന്ദ്രയെ ഫോളോ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് കാണുന്നത് സുരേന്ദ്രനെയാണ്. ഇവൻ ഡ്രസ്സും ചേഞ്ച് ചെയ്തു, ഇത്തവണ ഗേൾ ഫ്രണ്ടിനെ ചേഞ്ച് ചെയ്തു എന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ സുരേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി. ഇതെങ്ങനെയോ ഉപേന്ദ്ര അറിഞ്ഞു. ഉപേന്ദ്ര വന്ന് ഫൈറ്റ് ചെയ്തു സുരേന്ദ്രനെ രക്ഷിച്ചു. ഒരു ദിവസം സയന്റിസ്റ്റ് മോനിഷയുടെ പോലെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി. സുരേന്ദ്രൻ ഇത് മോനിഷയാണെന്ന് കരുതി അങ്ങനെ സംസാരിക്കുകയാണ്. അവർ നല്ല കമ്പനിയായി സംസാരിക്കുന്നു. പെട്ടെന്ന് റോബോട്ട് കയറി വരും. ഇത് കണ്ട് റോബോട്ട് അല്പം സാഡായി. റോബോട്ട് തിരിച്ചു പോകുമ്പോഴേക്കും മോനിഷ റോബോട്ട് പെട്ടെന്ന് തല്ലിപ്പൊളിഞ്ഞു വീണു. റോബോട്ട് നോക്കിയപ്പോൾ ഇതെല്ലാം സയന്റിസ്റ്റ് ഒളിഞ്ഞു നോക്കുന്നു. റോബോട്ടിന് മനസ്സിലായി ഇതെല്ലാം സയന്റിസ്റ്റിന്റെ പണിയാണ്. അങ്ങനെ റോബോട്ട് കയറി വന്നു. മോനിഷ കരുതി അത് ഉപേന്ദ്രയാണ്. അങ്ങനെ പൊളിഞ്ഞു വീണ് ആ റോബോട്ടിനെ ഫിക്സ് ചെയ്തു. റോബോട്ട് മോനിഷയെ ഇംപ്രസ് ചെയ്തു. പെട്ടെന്ന് ഒറിജിനൽ ഉപേന്ദ്ര വന്നു. ഇപ്പോൾ മൊത്തം 3 പേരായി. മോനിഷയും ഉപേന്ദ്രയും ആകെ കൺഫ്യൂസായി. സയന്റിസ്റ്റ് എല്ലാം പറഞ്ഞു, ഇവൻ റോബോട്ടാണ്, മോനിഷയെ വളയ്ക്കാൻ വേണ്ടി സുരേന്ദ്രന് വേണ്ടി ഉണ്ടാക്കിയതാണ്. സുരേന്ദ്രന്റെ ട്രൂ ലവ് മനസ്സിലായി. മോനിഷയ്ക്ക് സുരേന്ദ്രന് ഇഷ്ടമായി. അങ്ങനെ ക്ലൈമാക്സിൽ ഈ റോബോട്ടിനെ ഷോക്ക് അടിപ്പിച്ച് ക്രിമിനൽസ് തട്ടിക്കൊണ്ടുപോയി. അവരുടെ കയ്യിൽ കിട്ടിയാൽ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു ഉപേന്ദ്രയും സുരേന്ദ്രയും രക്ഷിക്കാൻ വന്നു. പക്ഷെ വില്ലന്മാർ ഇവരെ പിടിച്ചു. പെട്ടെന്ന് റോബോട്ട് എണീറ്റ് വന്ന് ഇവരെ രക്ഷിക്കുന്നു. പക്ഷെ ഫൈനൽ ബോസ് ടെർമിനേറ്ററിലെ ക്ലൈമാക്സ് പോലെ ഷോട്ട് ഗൺ വെച്ച് വെടിവെച്ച് റോബോട്ടിനെ പാട്ടഞ്ഞളങ്ങിയതുപോലെയാക്കി. അങ്ങനെ റോബോട്ടും വില്ലനും എങ്ങനെയൊക്കെയോ ഷോക്ക് അടിച്ച് ചത്തു. സുരേന്ദ്രൻ ഇവൻ നല്ലൊരു പോരാളിയായിരുന്നു, ഇവനെ വീണ്ടും ഉണ്ടാക്കണമെന്ന് സയന്റിസ്റ്റിനോട് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ വീണ്ടും ഉണ്ടാക്കി. അങ്ങനെ പടം കഴിഞ്ഞു. ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ നല്ലൊരു സിനിമ തന്നെയാണ്. ഈ ഒരു സിനിമയുടെ കോപ്പിയാണ് എന്തിരൻ സിനിമ എന്നാണ് കന്നഡ ആളുകൾ പറയുന്നത്. പക്ഷേ തമിഴന്മാർ പറഞ്ഞത് ഈ ഒരു സിനിമ എന്തിരൻ സിനിമയുടെ ജസ്റ്റ് ഒരു 360p ആണെന്നാണ്. എന്തിരൻ സിനിമ ശങ്കറിന്റെ സ്വന്തം മാസ്റ്റർ പീസ് ആണെന്നാണ് തമിഴന്മാർ പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ ഇതൊന്നുമല്ലാതെ പുതിയൊരാൾ വന്നു. ആരൂർ തമിഴ്നാടൻ എന്ന വ്യക്തി തന്റെ ജിഗുബ എന്ന സ്റ്റോറിയുടെ കോപ്പിയാണ് എന്തിരൻ എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു. അങ്ങനെ ഈ ഒരു വ്യക്തി വിജയിച്ചു. എന്തിരന്റെ പ്രോഫിറ്റ് ശങ്കർ വാങ്ങിയ പ്രോപ്പർട്ടീസ് നിലവിൽ ഇപ്പോൾ സീൽ ചെയ്തു.